ചേമ്പളത്ത് സ്കൂൾ പരിസരത്തേക്ക് പ്രദേശവാസി സ്ഥിരമായി മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതായി പരാതി. ചേമ്പളം സെന്റ് മേരീസ് LP സ്കൂളിന്റെ പാചകപ്പുരയ്ക്കുള്ളിലേക്കും മുറ്റത്തേക്കും കന്യാസ്ത്രീ മഠത്തിലേക്കുമാണ് ഇന്ന് മാലിന്യങ്ങൾ ഒഴുകിയെത്തിയത്. 250ഓളം കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങൾ വ്യാപിച്ചതോടെ പാചകപ്പുരയുടെ പ്രവർത്തനം ഉൾപ്പെടെ തടസ്സപ്പെട്ടു. ചേമ്പളം സെന്റ് മേരീസ് LP സ്കൂളിന്റെ പാചകപ്പുരയിലേക്കും മുറ്റത്തേക്കും കന്യാസ്ത്രീ മഠത്തിലേക്കുമാണ് മാലിന്യങ്ങൾ ഒഴുകിയെത്തിയത്. സ്കൂളിന്റെ സമീപത്തുള്ള ഒരു വ്യക്തി സ്ഥിരമായി സ്കൂൾ പരിസരത്തേക്ക് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതായി PTA ഭാരവാഹികൾ പറഞ്ഞു. ഇത് അവസാനിപ്പിക്കാൻ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ ഇതിന് തയ്യാറായിട്ടില്ല. ഇയാളുടെ മീൻകുളത്തിലെ മാലിന്യങ്ങളും ചാണകക്കുഴിയിലെ മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും സ്ഥിരമായി ഒഴുക്കിവിടുകയാണ്. അസഹനീയമായ ദുർഗന്ധമാണ് സ്കൂൾ പരിസരത്ത് ഉണ്ടാകുന്നത്. 250ഓളം കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന വിധമാണ് ഇന്ന് മാലിന്യം സ്കൂൾ പരിസരത്ത് നിറഞ്ഞത്. ഒഴുകിയെത്തിയ മാലിന്യങ്ങൾ പാചകപ്പുരയ്ക്കുള്ളിലേക്ക് കയറിയതിനാൽ ഭക്ഷണം പാകം ചെയ്യുന്നതും തടസ്സപ്പെട്ടു. കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് സ്ഥിരമായിട്ട് കുളത്തിലെയും മറ്റ് മാലിന്യങ്ങളും മറ്റും സ്ഥിരമായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം ഇതിനെതിരെ ആ വ്യക്തിയോട് ഇങ്ങനെ ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും ഇതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്ന കഞ്ഞിപ്പുരയിലേക്ക് മീൻകുളത്തിലെ വേസ്റ്റും ചാണകക്കുഴിയിലെ വേസ്റ്റുമെല്ലാം ഒഴുക്കിവിട്ട് വളരെയധികം ദുർഗന്ധമുണ്ടാവുകയും നാളുകളിൽ കുട്ടികൾക്കുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കാത്ത രീതിയിലേക്ക് അവസ്ഥ വന്നിരിക്കുകയാണ്. സംഭവം സംബന്ധിച്ച് പാമ്പാടുംപാറ പഞ്ചായത്തിൽ സ്കൂൾ അധികൃതർ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കുറ്റ് സ്ഥലത്തെത്തുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അയൽവാസിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. സ്വകാര്യ വ്യക്തിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്താൻ പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടി സ്വീകരിക്കണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.